ഇന്നലെ സാബു ഗസ്റ്റായിട്ട് വന്ന ഉടൻ തന്നെ ഡെന്റീമിന് ഒരു പണി കൊടുത്തിരുന്നു. നിലവിലെ ടണൽ ടൂമാണ് സാബു എടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ക്ലീനിങ് സെക്ഷൻ എല്ലാവരും ഇവരുടെ ഡെന്റീമായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനോടും ജിൻഡോടും പറഞ്ഞു ഈ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റണം. അതായത് മറ്റംഗങ്ങളുടേതായിട്ടുള്ള എല്ലാം മാറ്റണം. അതുകൂടാതെ ഈ റൂം നല്ല ക്ലീൻ ആക്കിയിടണം. എന്റെ തുണി അവിടെ ഉണ്ട്, വാഷ് ചെയ്യാനുണ്ട്, അയൺ ചെയ്യാനുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. അതും പ്രകാരം അർജുനും ജിൻഡോനെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഡ്രസ്സും വാഷ് ചെയ്ത് അയൺ ചെയ്ത് എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റംഗങ്ങളുടേതായിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളായാലും ഷൂസുകളായാലും എല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റി നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു. ഇവർ രണ്ടും കൂടി ചെയ്യുന്നതോടൊപ്പം ശ്രീതു അവിടെ ഇവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് വരിലും സെക്യൂരിറ്റി ജോലിയായിരുന്നു. ഇവര് പണിയുന്ന കണ്ടുകൊണ്ട് ലാസ്റ്റില് HR പറഞ്ഞു ശ്രീതുവിനെ കൂടെ വിളിച്ച് ഇവരുടെ കൂടെ ഒന്ന് ആക്കാൻ പറഞ്ഞു. ശ്രീതുവും കൂടെ വന്ന് ഇവരുടെ കൂട്ടത്തിൽ പണിതു. അപ്പോഴും മറ്റു കുടുംബാംഗങ്ങളൊക്കെ മറ്റു ജോലിക്കാരൊക്കെ ചുമ്മാ അവിടെ റെസ്റ്റ് എടുത്തിരിക്കുവാണെന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് സാബു നോക്കിയപ്പോ റൂം നല്ല കുട്ടപ്പനാക്കി വെച്ചു. സാബു പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ റൂം മാറ്റി. ഇവരുടെ ഈ റൂം മാത്രമല്ല എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെന്നുള്ളത്. ഇവര് ശരിക്കും പവർ ടീമിൽ അടുത്ത തവണ വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചത്ത് കിടന്ന് പണിയുവാണ് കേട്ടോ. പിന്നീട് ശ്വേതയോട് പറയുന്നതായിട്ട് കേട്ടു, ഞാൻ ഇവരോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇവര് നല്ല റെഡിയാക്കി റൂം ക്ലീൻ ചെയ്തു. തറയിലൊക്കെ ഒരു നൂലോ മുടിയോ ഉണ്ടെങ്കിൽ അതുവരെ ഇവരെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുവാണ് ചെയ്തത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെ ആയിരിക്കും കൂടുതൽ പോയിന്റ് കൊടുക്കുന്നത്. ഇവർ തന്നെ ആയിരിക്കണം പവർ ടീമിൽ വരാനുള്ളതും. കാര്യം ഇപ്പോഴത്തെ നിലവിലുള്ള പവർ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം ആർക്കായിരിക്കും കൂടുതൽ കോയിൻ കിട്ടുന്നത്, ആരായിരിക്കും അടുത്ത ആഴ്ചത്തെ പവർ ടീമിലേക്ക് പോകാനുള്ളതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് എത്തുന്നു.